ദിലീപ് ദേവസ്യ നമുക്ക് പോകുന്നുണ്ട്. ദിലീപ് ദേവസ്യ, അതുല്യയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ ഈ ഭർത്താവ് ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്ന വിവരങ്ങളൊക്കെ അവർ നേരത്തെ അറിഞ്ഞിരുന്നതല്ലേ? തീർച്ചയായിട്ടും സുജിയ, ഇക്കാര്യം തന്നെ നേരത്തെ തന്നെ ഭർത്തവീട്ടുകാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ അതുല്യയുടെ ബന്ധുക്കൾ അറിഞ്ഞിരുന്നു. അവർ തന്നെ പരാതി അടക്കം നൽകാൻ ഇവർ ശ്രമിക്കുകയും ചെയ്തതാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ അതുല്യ പലതവണ കുടുംബവുമായി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളടക്കം പറയുകയും ചെയ്തിരുന്നു. സ്നേഹത്തോടു കൂടെ കഴിയണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഷാർജയിൽ എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കുടുംബമായി നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു ഈ അതുല്യ ശേഖർ എന്ന് പറയുന്ന പെൺകുട്ടി. പിന്നീട് ഭർത്താവിൽ നിന്ന് സതീഷിൽ നിന്ന് നിരന്തരം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അത് ശരീരം നിറയെ മുറിവുകൾ. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് എത്രത്തോളം ആ കുട്ടി ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പലതവണ സതീഷ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടുതൽ ബന്ധുക്കളടുത്ത് പറഞ്ഞിരുന്നില്ല. പിന്നീട് അതായത് മറ്റൊരു വിഭജികയായിരുന്നു ഈ അതുല്യ എന്നുള്ളതാണ്. അതുല്യക്ക് മുമ്പും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ ഏൽക്കുന്നു. പലതവണ മദ്യപിച്ചെത്തിയ ശേഷം ഒരു സൈക്കോ ആളുകൾ പെരുമാറുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ സതീഷ് പെരുമാറുക എന്നുള്ളതാണ് അതുല്യ പറയുകയും ചെയ്തത്. അത്രമേൽ പീഡനം ഏറ്റുവാങ്ങി എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പല തവണ ഈ മദ്യപിച്ചെത്തി മർദ്ദിക്കുന്നു, വീട്ടുകാരെ വേദനിപ്പിക്കേണ്ട. ഏറ്റവും ഒടുവിൽ വീട്ടുകാരുമായി എപ്പോഴാണ് അതുല്യ സംസാരിച്ചത്? കാരണം ചേതനയേറ്റ് കിടക്കുന്ന ഒരു മൃതദേഹമായിട്ടാണ് അതുല്യയെ ഇന്ന് ആ ഫ്ളാറ്റിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി സംഭവിച്ചത് എന്താണ് എന്ന് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ വീട്ടുകാരുമായി അവൾ അവസാനം സംസാരിച്ചിരുന്നോ? എന്താണ് വീട്ടുകാർ പറയുന്നത്? വീട്ടുകാർ പറയുന്നത്, നമ്മൾ ഇപ്പോൾ വാർഡ് മെമ്പറുമായി സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതായത് വീട്ടുകാരുമായി സാധാരണ രീതിയിൽ തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞ് വീട്ടുകാരെ വേദനിപ്പിക്കേണ്ട എന്ന് തന്നെയായിരുന്നു കരുതിയത്. അത്രമേൽ സാധാരണ ഒരു കുടുംബത്തിൽ നടക്കുന്നത് പോലെയുള്ള ചില പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലും ഉണ്ടാകും എന്ന് തന്നെ കരുതിയിരുന്നതാണ് കുടുംബം. പക്ഷേ ഇത്ര ഭയാനകമായിരുന്നു ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും ഒപ്പം തന്നെ ശരീരത്തിലും ദേഹത്തുമുള്ള മുറിവുകൾ കാണുമ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ? സ്വന്തം ഭാര്യയെ ഇത്രമേൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം സുജയ. ഒരു സ്റ്റൂളോ ഇരിപ്പിടമോ എടുത്ത് അടിക്കാൻ ഓങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനെ, അദ്ദേഹം ഒരു മനുഷ്യനാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പോലും നമുക്ക് മറുപടി എന്ത് പറയണമെന്നറിയില്ല. ഒരു സൈക്കോ, ഒരു ഭ്രാന്തനെ പോലെ ഒരു ഭാര്യയെ അടിക്കാൻ നോക്കുന്നു. അദ്ദേഹം ഒരു സിനിമയിലെ ഒരു നായകനെ പോലെ പെരുമാറുന്ന രീതിയിൽ, സൈക്കോ തരത്തിൽ പെരുമാറുന്ന രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ ഈ സതീശനിൽ നിന്ന് തേവലക്കര പഞ്ചായത്ത് അംഗത്തോടാണോ ദിലീപ് സംസാരിച്ചത്? തുടർച്ചയായി സതീഷ് അതുല്യയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നതാണോ അവർ പറയുന്നത്? അതെ സുജി, അങ്ങനെ തന്നെയാണ്. അതായത് ഈ നമ്മൾ മെമ്പറുമായി സംസാരിച്ചപ്പോൾ മെമ്പറിൽ നിന്ന് പറഞ്ഞത് കുടുംബത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. ഈ കുട്ടി ഏറ്റുവാങ്ങി, അതായത് പെൺകുട്ടി ഏറ്റുവാങ്ങിയത് അത്രമേൽ പീഡനമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ഒന്നും പറഞ്ഞില്ല. സാധാരണ വീട്ടിൽ നടക്കുന്ന ഒരു വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വഴക്ക്, അതാണ് നടക്കുന്നത് എന്ന് മാത്രം കരുതി. പക്ഷെ ഇത്ര ഭീകരമാണ്, ഇത്ര ഭയാനകരമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും മനസ്സിലായില്ല. ഒരു മകൾ പറയുന്നു, അമ്മയെ എന്നെ ഇങ്ങനെ ഭർത്താവ് വർദ്ധിക്കുന്നുണ്ട്, പറയുമ്പോൾ ദിലീപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.